സാമൂഹിക വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ്. സാങ്കേതിക വിദ്യ സമൂഹത്തിനായി എന്ന ആശയത്തോടെയാണ് എഞ്ചിനീയേഴ്സ് ദിനമായ സെപ്റ്റംബർ 15 തന്നെ ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സാധാരണയായി സാമൂഹിക പ്രാദേശിക കാര്യങ്ങളിൽ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് എന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോക എഞ്ചിനീയേഴ്സ് ഡേ ആണ്. മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യരുടെ സ്മരണാർത്ഥമാണ് ഇന്ന് ഈ ദിനം ആചരിക്കുന്നത്. ഈ ദിനത്തിൽ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് 7 പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സാർ മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യയുടെ സ്മരണക്കായാണ് രാജ്യത്ത് എഞ്ചിനീയേഴ്സ് ദിനം ആചരിക്കുന്നത്. അതേ ദിവസം തന്നെ ഐക്യരാഷ്ട്രസഭ ലോക ജനാധിപത്യ ദിനവും ആഘോഷിക്കുന്നതിനാൽ പരിപാടിക്ക് ഇരട്ട പ്രാധാന്യവും ഉണ്ടായി. ജിടെക് ഇന്ത്യയുടെ മ്യൂലേൺ ക്യാമ്പസ് ചാപ്റ്റർ മുഖേനയാണ് വിദ്യാർത്ഥികൾ, അലുമിനി, സ്റ്റാർട്ടപ്പുകൾ, അധ്യാപകർ എന്നിവർ ഈ നൂതനാശയം ഒരുക്കിയത്. സാങ്കേതിക വിദ്യ സാമൂഹിക മുന്നേറ്റത്തിന് എന്നതാണ് എല്ലാ പദ്ധതികളുടെയും പൊതുവായ ലക്ഷ്യം. ഗ്രാമീണ സംരംഭകരും കുടുംബശ്രീ യൂണിറ്റുകളും ഓൺലൈൻ ലോകത്ത് വളരാൻ ഡിജിറ്റൽ ബ്രാൻഡിംഗ്, വെബ് ഡിസൈനിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നിവയ്ക്ക് സൗജന്യമായി സ്റ്റാർട്ടപ്പ് സഹായം ഒരുക്കുന്നു. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി ഇന്ത്യയിലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ ഭൂപടത്തിലെ നിറസാന്നിധ്യമായ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കില് നിലവിൽ 10 ഡിപ്ലോമ ബ്രാഞ്ചുകളിൽ ഏകദേശം 600-ൽ പരം എഞ്ചിനീയർമാർ ഓരോ വർഷവും ഇനി പുറത്തിറങ്ങാൻ പോവുകയാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മളുടെ നാട്ടിലെ സിലബസിന്റെയും മറ്റും പരിഷ്കരിക്കുന്നതിനുള്ള തടസ്സം നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല, നമ്മൾ കുട്ടികൾ പഠിക്കുന്ന ഓരോ സാങ്കേതിക വിദ്യയും ദിനേന ഒന്നോണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പോളിടെക്നിക്കിൽ പഠിക്കുന്ന കുട്ടികളുടെ അവർ പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് അവരൊരു നല്ലൊരു തൊഴിലിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതിനായി കേരളത്തിലെ 300ഓളം ടെക്നോളജി കമ്പനികളുടെ കൺസോർഷ്യമായിട്ടുള്ള ജിടെക്, അവരുടെ ക്യാമ്പസ് ഇനിഷ്യേറ്റീവായിട്ടുള്ള മ്യൂലേൺ എന്ന ഒരു പാഠ്യപദ്ധതിയുണ്ട്. ഈ മ്യൂലേൺ പാഠ്യപദ്ധതിയിലൂടെ ജിടെക് കമ്പനി ലക്ഷ്യം വെക്കുന്നത് ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസിന് വെളിയിൽ ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ സാങ്കേതിക വിദ്യകളും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ 113ഓളം പോളിടെക്നിക്കുകളിൽ എനിക്ക് തോന്നുന്നു തിരൂർ പോളിടെക്നിക്കിൽ മാത്രമാണ് മ്യൂലേൺ എന്ന ഈ ടെക് കമ്മ്യൂണിറ്റിയുടെ പാഠ്യപദ്ധതി, അതോടൊപ്പം അതിന്റെ സ്റ്റുഡൻസ് നേതൃത്വം നൽകുന്ന ക്യാമ്പസ് ചാപ്റ്ററും നിലവിലുള്ളത്. ഇന്ന് ഈ എഞ്ചിനീയേഴ്സ് ഡേയിൽ 60 വർഷം പൂർത്തിയാക്കിയ തിരൂർ പോളിടെക്നിക്ക് ഒരു വലിയ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളുടെ പോളിടെക്നിക്കിലെ വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് 60 സ്റ്റാർട്ടപ്പുകൾ നമ്മൾ രൂപം കൊടുക്കുകയാണ്. ഈ 60 സ്റ്റാർട്ടപ്പുകളും ആദ്യമായിട്ട് ചെയ്യുന്നത് ICT അധിഷ്ഠിത സേവനങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കണ്ടന്റ് ഡെവലപ്മെന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള 60 കുട്ടികളുടെ സ്റ്റാർട്ടപ്പാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടപ്പുകൾ സമീപ ഭാവിയിൽ തന്നെ അടുത്ത 1-2 മാസത്തിനുള്ളിൽ തൽപരരായ കുടുംബശ്രീ യൂണിറ്റുകളെയും സൂക്ഷ്മ ചെറുകിട വ്യവസായ സംരംഭകർക്കും പൂർണ്ണമായും സൗജന്യമായി അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ്, കണ്ടന്റ് ഡെവലപ്മെന്റ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ് പോലുള്ള അവരുടെ വിവിധ സോഷ്യൽ മീഡിയയിലുള്ള സാന്നിധ്യം ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ ആ കമ്പനികൾക്ക് വേണ്ടി വളരെ ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് സൗജന്യമായിട്ട് ഡിസൈൻ ചെയ്ത് നൽകും. അതും കൂടാതെ നമ്മൾ സ്വപ്നം കാണുന്നത് വരുന്ന നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ ഈ 60 കുട്ടികളുടെ സ്റ്റാർട്ടപ്പ് ഹാൻഡ് ഹോൾഡ് ചെയ്ത 60 കമ്പനികൾക്ക് അവരുടെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഒരു വലിയ സെലിബ്രേഷനാക്കി മാറ്റാനാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പൊ ഇവിടെ കൂടിയിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ആ 60 സ്റ്റാർട്ടപ്പുകളിലെ ഓരോ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെയും സിഇഒമാരാണ്. ഇന്നോവേഷൻ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ അതുപോലെ സ്റ്റാർട്ടപ്പിനെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. വർഷങ്ങളായി നമ്മുടെ ക്യാമ്പസിൽ വരുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള ടെക്നിക്കലായിട്ടും അതുപോലെ തന്നെ ഫണ്ടിങ് സപ്പോർട്ടിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു എൻറ്റിറ്റിയാണ്. തീർച്ചയായും ഈ ക്യാമ്പസിൽ വരുന്ന ഓരോ സ്റ്റാർട്ടപ്പുകളെയും സ്റ്റാർട്ടപ്പുകളെയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകി അത് കോളേജ് ക്ലാസ് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ സ്കെയിലപ്പിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള സ്റ്റാർട്ടപ്പായി വളർത്തിയെടുക്കുന്നതിനുള്ള സാങ്കേതിക സഹായമാണ് IEDC നൽകുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ ഈ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ
സ്റ്റാർട്ടപ്പ് മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ടെക്നിക്കൽ സപ്പോർട്ടും അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് പാർട്ണറായിട്ട് വർക്ക് ചെയ്യുന്നത് IDC ആണ്. സെൻറ്റർ ഫോർ നീഡ് ബേസ്ഡ് എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ കീഴിൽ സാൾട്ട് മാംഗോ ട്രീ എന്ന പേരിൽ നമ്മളൊരു ഇംഗ്ലീഷ് ആൻഡ് പ്രൊഫഷണൽ ട്രെയിനിങ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വീട്ടമ്മമാർ കരിയറിൽ ബ്രേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അവരുടെ കരിയർ എൻഹാൻസ് ചെയ്യാനും അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അവരുടെ പ്രൊഫഷണൽ നല്ല മുന്നേറ്റം വരുവാനുള്ള ഒരു ട്രെയിനിങ് സെൻ്ററാണ്. ഓക്കെ, നമ്മളെ കുടുംബശ്രീ യൂണിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലിസിബഗ് പറഞ്ഞുള്ള ഞങ്ങളെ ഈ കോളേജിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ഞങ്ങൾ. ഈ കുടുംബശ്രീ യൂണിറ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ തന്നെ നമ്മളെ ഈ സ്റ്റാർട്ടപ്പ് ഈ SSM ബോർഡിലെ ഈ 30 സ്റ്റാർട്ടപ്പിനും വേണ്ടിയിട്ട് അവർക്ക് മെൻറ്റർഷിപ്പും കൂടാണ്ട് ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത്. വേറെ സിദി സായി മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പദ്ധതി എന്ന് വെച്ചാൽ തൽപരരായുള്ള ചില ഗ്രാമപഞ്ചായത്തുകളിലെ ആയിട്ട് സഹകരിച്ചിട്ട് അവിടുത്തെ LP സ്കൂളുകൾ മുതൽ ചെറിയ കുട്ടികൾക്ക് എങ്ങനെ അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പുതിയ കാലത്ത് AI-ൻ്റെ വരവോടുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടി നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് കാര്യമായിട്ടുള്ളൊരു ക്ഷതം ഏൽപ്പിക്കുന്ന ഒരു കാര്യം കൂടി പോസിറ്റീവ് അല്ലാതെ ചെറിയൊരു നെഗറ്റീവ് കാര്യമുണ്ട്. അപ്പം ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുട്ടികളുടെ ചെറിയ ലൈബ്രറി സെറ്റ് ചെയ്യുന്നത് മുതൽ ചെറിയ സ്കിൽസ് പഠിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു ബൃഹത്തായ ഒരു പദ്ധതിയുടെ തുടക്കമുണ്ട്. അതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടൂറിസം ഡെവലപ്മെൻറ്റ് എന്നുള്ള തലത്തിൽ അവിടുത്തെ കുട്ടികൾക്ക് അവർ പഠിക്കുന്നതോട് കൂടി ഏൺ ചെയ്യുക, ഏണിംഗ് വൈൽ ലേണിംഗ് എന്നുള്ളൊരു പദ്ധതി കൂടിയുണ്ട്. മെയിൻലി നമ്മുടെ കമ്പനി ലിസിബഗ് എന്നുള്ളത് SSM പോളിടെക്നിക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ ഒരു കരിയർ ഗ്രോത്തിനും അതേപോലെ തന്നെ നമ്മൾ ഗൈഡൻസും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു കോഴ്സസ് ആണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ ഫ്ലട്ടർ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയുക അവർക്ക് സ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള മിഷൻ എന്ന് പറയുന്നത്. ഞാൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓഫ് സെനോറ ലേണിംഗ് ആൻഡ് എലൈറ. സെനോറ ലേണിംഗ് എന്നുള്ളത് നമ്മൾ AI ചെറിയ കുട്ടികൾക്കും AI-നെ പറ്റി കൂടുതൽ അറിയാത്ത അധ്യാപകർക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പോൾ 200-ൽ പരം ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എലൈറ എന്നുള്ളത് കുടുംബശ്രീക്കാർക്കും ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടപ്പാണ്. മെയിനായിട്ട് 3 സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ MSME-കൾ, മീഡിയം ടു സ്മോൾ എൻ്റർപ്രൈസുകൾക്ക് AI കൺസൾട്ടേഷൻ, AI ഏജൻറ്റ്സ് ആൻഡ് AI ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ കമ്പനീസിന് മാൻ പവർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വലിയ വലിയ വർക്ക് ലോഡ്സ് ഞങ്ങൾ AI ഏജൻറ്റ്സ് വെച്ചിട്ട് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന AI വർക്ക് ഫ്ലോസ് അതൊക്കെ ഓപ്റ്റിമൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സർവീസും ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഈ ചെറിയ സ്റ്റാർട്ടപ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട്. അപ്പോൾ മ്യൂലേൺ സോഷ്യൽ ഇമ്പാക്റ്റിൻ്റെ കീഴിൽ നമ്മുടെ കോളേജിൽ തുടങ്ങാൻ പോകുന്ന 60 സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരിസര പ്രദേശത്തുള്ള ഒരു 20 കുടുംബശ്രീ യൂണിറ്റുകൾ ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഈ 60 സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് നിയമിച്ചു കൊടുക്കുക, ഇവരെ ഒന്നുകൂടി ഡിജിറ്റലൈസ് ചെയ്യുക. കുറേ പിന്നോട്ടാണ് അപ്പോൾ ഇവരെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ സ്റ്റുഡൻ്റാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ചിട്ട് നമ്മുടെ സ്റ്റാർട്ടപ്പിന് എല്ലാവർക്കും കാര്യങ്ങൾ സോഷ്യൽ മീഡിയ എന്താണ്, പിന്നെ SEO എന്താണ്, പിന്നെ ഗൂഗിൾ ആഡ്സ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്ന എല്ലാവർക്കും ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. മ്യൂറൽ ഫോർ സോഷ്യൽ ഇമ്പാക്റ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രൊജക്റ്റാണ് MDTC ക്യാമ്പസ് ചാപ്റ്റർ. ട്രോമ കെയർ ഇൻ എവറി ഹോം എന്നുള്ള മിഷൻ മുന്നോട്ട് വെച്ചുകൊണ്ട് തിരൂരിലുള്ള എല്ലാ വീട്ടിലും അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡിവിജ്വലെങ്കിലും ട്രോമ കെയർ വിത്രീതാക്കിയെടുക്കാൻ ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് HOD സിയാദ് സാറിൻ്റെ അണ്ടറിൽ S3-ൽ ഓൾറെഡി 10 ട്രോമ കെയർ വോളണ്ടിയേഴ്സിനെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഞാൻ SSM-ലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇവിടുത്തെ ഇൻക്യുബേഷനിൽ ഞാൻ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ക്യാമ്പസ് എന്നുള്ള ആശയത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട്.
എനിക്ക് അതിൻ്റെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സ്കെയിലപ്പ് വില്ലേജിൽ നിന്ന് 2 ലക്ഷം രൂപ ഗ്രാൻഡും കിട്ടിയിട്ടുണ്ട്. ഐ എം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. ഞാനെൻ്റെ സമൂഹത്തിൽ ഇപ്പോൾ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതാണ്. അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു AI ആപ്ലിക്കേഷൻ, അഥവാ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ രോഗം എന്തെന്നറിഞ്ഞ് ചികിത്സിക്കാൻ പറ്റില്ലെങ്കിലും രോഗം എന്തെന്നറിഞ്ഞ് അതിന് എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻ എന്നുള്ളത് അറിയാം. ഒരുപാടധികം സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്നതിൽ അതിൽ ഒരുപാടധികം സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മളുടെ എന്തൊരു പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ അവരുടെ എന്തൊരു കാര്യങ്ങളായിക്കോട്ടെ അത് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കുമ്പോൾ ഒരു വീഡിയോ രീതിയിൽ നമുക്ക് എത്തിക്കാൻ നല്ലൊരു ആൾക്കാർക്ക് ക്യാപ്ചർ ചെയ്യാൻ നല്ലൊരു മാർഗ്ഗമാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവർക്കും 60 സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നമ്മൾ എഡിറ്റിംഗ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഞാൻ എഡിറ്റിംഗ് അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ബേസിക് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് എൻ്റെ ആശയം. ചെറുകിട വ്യവസായങ്ങൾക്കും കുടുംബശ്രീക്കുമായി അലുമിനി സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച സൗജന്യ സോഫ്റ്റ്വെയർ പരിശീലനം. വിദ്യാർത്ഥികൾ, അധ്യാപകർ, വനിതകൾ, തൊഴിലന്വേഷകർ തുടങ്ങി ഏവർക്കും ആത്മവിശ്വാസം നൽകുന്ന ഇംഗ്ലീഷ് ആൻഡ് പ്രൊഫഷണൽ ഗ്രൂമിംഗ് പരിശീലന പരിപാടി. യുനെസ്കോ ആശയം പിൻപറ്റി യുവജന ശാക്തീകരണത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ സ്കിൽസ്, ഗ്ലോബൽ അവസരങ്ങൾക്കുള്ള സൗജന്യ പരിശീലനം. സ്കൂൾ കുട്ടികൾക്കായി ഡിസൈൻ തിങ്കിംഗ്, മേക്കർ ഗട്ട്, കുട്ടി മേക്കേഴ്സ്, ശാസ്ത്രപദം തുടങ്ങിയ പരിപാടികൾ വഴി സൃഷ്ടിപരത വളർത്തുന്നതിനുള്ള പരിശീലനം. ഓരോ വീട്ടിലും ട്രോമ കെയർ ലക്ഷ്യമായി മലപ്പുറം ഡിസ്ട്രിക്ട് ട്രോമ കെയർ MDTC ക്യാമ്പസ് ചാപ്റ്ററിന്റെ പ്രവർത്തനം. ഗ്രാമവികസനത്തിനായി പഞ്ചായത്തുകളും NGOകളും ചേർന്ന് സ്ത്രീ ശാക്തീകരണം, GIS മാപ്പിംഗ്, പൈതൃക രേഖപ്പെടുത്തൽ, ഉത്തരവാദിത്ത ടൂറിസം തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പദ്ധതികൾ. പദ്ധതികൾക്ക് മ്യൂലേൺ, IEDC, ടിങ്കർ ഹബ്ബ്, NSS, NCC, ലിഡ്സ്, മുസിരി വില്ലേജ്, CWID ടൂറിസം ക്ലബ്ബ്, MDTC, വെഞ്ചർ ലാബ്, TBI, ഇൻഫിനിയോ, ലേസി ബഗ്, സെനോറ, കുട്ടികളുടെ ടെക് സ്റ്റാർട്ടപ്പുകൾ എന്നിവരുടെ പിന്തുണയുമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ PI ബഷീർ, മ്യൂലിയൻ ഫാക്കൽറ്റി എനേബ്ലറർ മുഹമ്മദ് സിയാദ് TA, IEDC നോഡൽ ഓഫീസർ AS ഹാഷിം, YIP മെന്റർ ഇർഫാൻ അഹമ്മദ്, സീനെറ്റ് ഫാക്കൽറ്റി അഡ്വൈസർ ഡോക്ടർ ഫബിദ ഇബ്രാഹിം, സ്റ്റാർട്ടപ്പ് മെന്റർ കൃഷ്ണദാസ് PV, ട്രെയിനർ നാസിയ, കൂടാതെ വിദ്യാർത്ഥി സ്റ്റാർട്ടപ്പ് CEOമാരായ മുഹമ്മദ് അമാൻ, മുഹമ്മദ് സിനാൻ, ഫാത്തിമ ഫിസാന, ഷഹീന, മുഹമ്മദ് ഷിഹാബ്, ഇർഫാന ഷെറിൻ, ഫഹദ് മുഹമ്മദ് കബീർ, അംന റസ്വിൻ, മുഹമ്മദ് റാദിൻ, ജുനൈദ്, ഫദ്വ എന്നിവർ പങ്കെടുത്തു. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.